ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ പണി പൂർത്തിയാക്കിയ അരങ്ങിൽ സെമിത്തേരി തോട് റോഡുകൾ KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ ചെലവാക്കിയാണ് ടൈൽ വിരിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയത്. സെമിത്തേരി തോട് റോഡിന് 20 ലക്ഷവും അനുബന്ധ അരങ്ങിൽ തോട് റോഡിന് 17 ലക്ഷം രൂപ വരെ വിനിയോഗിച്ചു. ദീർഘകാലമായി ജനങ്ങളുടെ അഭിലാഷമായിരുന്ന തോട് റോഡെന്ന ആഗ്രഹം അതോടെ പൂർത്തിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നബീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ മുഖ്യാതിഥിയായി. കരാറുകാരായ ഷിബു ചീയെഴുത്ത്, ശ്യാം സുന്ദർ പ്രസാദ് എന്നിവരെ MLA ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ, EK ജയൻ, PB രാധാകൃഷ്ണൻ, EN ദിവാകരൻ, VP ശശി, അനിരുദ്ധൻ, ജെയ്സൺ ജോസഫ്, സമിതി കൺവീനർ ബൈമി കേശവൻ, ഷൈബി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളുടെ ചിരകാലത്തെ ഒരു പൊൻതൂവലാണ് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നതാണ് എല്ലാ പ്രദേശവാസികളിൽ നിന്നും എനിക്ക് ലഭിച്ച ഉത്തരം. അവർ പറഞ്ഞത്, ഞങ്ങൾ കാലങ്ങളായി ഇവിടെ ഈ റോഡ് പണിയും എന്ന് മാത്രം പറഞ്ഞു പോവുകയല്ലാതെ ഇന്നേ വരെ ഞങ്ങൾക്കൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം വളരെ മനോഹരമായി MLAയുടെ സാന്നിധ്യത്തിൽ MLA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് താഴ്ത്തത്തട്ടിലെ ജനങ്ങളുടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA നമുക്ക് വേണ്ടി നിങ്ങൾക്കറിയാം 2018-19 നമ്മുടെ ശർമ്മ സഖാവാണ് ഈ ഫണ്ട് നമ്മൾക്ക് തന്നതെങ്കിലും പലവിധ കാരണങ്ങളാലും അത് നടക്കാതെ പോയി. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട MLA വന്നപ്പോൾ അത് പുതുക്കി നമ്മളുടെ കാര്യം മനസ്സിലാക്കി നമ്മളോടൊപ്പം നിന്നുകൊണ്ടാണ് നമ്മൾക്ക് 37 ലക്ഷം രൂപ ഈ പ്രദേശവാസികൾക്കായി തന്നത്. അത് വളരെ മനോഹരമായി നിറവേറ്റാനായിട്ട് ഒത്തിരിയേറെ നമ്മൾ കോൺട്രാക്ടർമാരെ കണ്ടെങ്കിലും സൈഡ് കെട്ടിന്റെ സാന്നിധ്യത്താൽ അത് ഞങ്ങൾക്ക് നടക്കുകയില്ല എന്ന് ഞാനൊരു 18 കോൺട്രാക്ടർമാരുടെ സ്ഥലത്ത് പോയാണ് കണ്ടത്. എന്നാൽ നമ്മളുടെ വാർഡിന്റെ അംഗമായ ഷിബു ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടിയാണ്, സിനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനത് നടത്തിത്തരാം എന്നുള്ളൊരു വാക്ക് എനിക്ക് തന്നു. പക്ഷേ നമുക്ക് ഷിബു ചേട്ടനെ ശല്യം ചെയ്യേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായില്ല. ഷിബു ചേട്ടൻ പറഞ്ഞ ഡേറ്റിന് തന്നെ വളരെ മനോഹരമായാണ് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിലും ഈ പ്രദേശവാസികളുടെ പേരിലും ഷിബു ചേട്ടന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. MLA വരുമ്പോൾ പറയാം ഞായിട്ട് എനിക്ക് 2 വാക്കുകളും കൂടിയുണ്ട്. ഈ അരങ്ങിൽ റോഡിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ നമ്മൾക്കൊരു പാലവും അതുപോലെ തന്നെ കുറച്ച് സ്ഥലവും കൂടി നമ്മളുടെ റോഡ് നമ്മൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതും MLA നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തിക്കൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. പ്രസിഡന്റ് പറയും, ഞങ്ങൾ പല സമയം പ്രസിഡന്റ് ഞങ്ങളുടെ കാര്യം എന്തായി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ, ഇപ്പോഴും എനിക്കത് പറയാൻ പറ്റില്ല, പണ്ടൊക്കെ നമ്മളുടെ ഒത്തിരിയേറെ മക്കളൊക്കെ ആയിട്ട് നമ്മളുടെ കുടുംബം വളരെ മനോഹരമായി കഴിഞ്ഞു പോകുമ്പോഴും ഫുഡുകളെല്ലാം വിളമ്പുമ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശെ തുല്യമായി പങ്കുവെച്ച് ആരും ഒരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ എല്ലാ കാലഘട്ടം. എന്നതുപോലെയാണ് പ്രസിഡന്റ്, ഞങ്ങളുടെ ഭരണസമിതി ഇരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് പല ഫണ്ടുകളും വരുമ്പോൾ ഞങ്ങൾ പറയും തരാം, എല്ലാവർക്കും കൊടുത്ത് തുല്യമായി ഭാവിച്ച് വളരെ മനോഹരമായി തന്നെയാണ് പ്രസിഡന്റ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ പ്രസിഡന്റിന് ഞാൻ എൻ്റെ പേരിലും പ്രദേശവാസികളുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ മുഖ്യാതിഥിയായിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സമയമാകട്ടെ എല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് മഴക്കാലം പ്രളയം വന്നപ്പോൾ തോട്ടിലേക്ക് മറിയുന്നൊരവസ്ഥയുണ്ടായി. പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ജയൻ ചേട്ടൻ 5 ലക്ഷം രൂപ തന്നാണ് ഈ പാലത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഭാഗം വരെയുള്ള കൽവർട്ട് നമ്മൾക്ക് കെട്ടിത്തന്നത്. അപ്പോഴും തുളസി പറഞ്ഞത് എല്ലാം നമ്മൾക്ക് ശരിയാക്കാം, അതിനുള്ള സമയം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കുഴിപ്പള്ളിയിലെ ബ്ലോക്ക് പ്രസിഡന്റ് തുളസി ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിളിച്ചു ചോദിക്കും, എന്തായി സിനി ഓരോ സമയത്തും എവിടം വരെ എത്തി, എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി എവിടം വരെ ചെയ്യണം, എല്ലാം നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ജയൻ ചേട്ടൻ.
ജയചേട്ടനെ എൻ്റെ പേരിലും പ്രദേശവാസികളുടെ പേരിലും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചേരുന്ന വൈപ്പിൻകരയുടെയും നമ്മളുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഏറെ ആരാധ്യയായ ശ്രീമതി തുളസി സോമൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് സംസാരിച്ച വൈസ് പ്രസിഡന്റും ഈ വാർഡിൻ്റെ മെമ്പറുമായ ശ്രീമതി സിനി ജെയ്സൺ, ബ്ലോക്കിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ EK ജയൻ, കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ NP രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈബി ഗോപാലകൃഷ്ണൻ, വിവിധ വാർഡിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിച്ചെത്തിയിരിക്കുന്ന ശ്രീ EN ദിവാകരൻ, അതുപോലെ തന്നെ ശശിചേട്ടൻ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, ഈ വാർഡിന് പൊതുപ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി മിനിമോൾ ഭർത്തൃകരി ഉൾപ്പെടെയുള്ള, അതുപോലെ CDSൻ്റെയും ADSൻ്റെയും ഒക്കെ അംഗങ്ങൾ, CDSൻ്റെ ഉപാധ്യക്ഷ ശ്രീമതി ലീതാ ധനരാജ് ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സദസ്സിലിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, വൈസ് പ്രസിഡന്റ് എല്ലാവരെയും വിശദമായി തന്നെ പേരെടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ്, അതിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് കോൺട്രാക്ടർമാരെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ഷിബു ചേട്ടനും അതുപോലെ തന്നെ ശ്യാം, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രസാദ് എന്നിവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുന്ന സ്ഥിതി ഉണ്ടായി. കാരണം അത് കൃത്യമാണ്. നമുക്ക് ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ച് തരുന്നുണ്ട് നമ്മളുടെ MLAയും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാം പ്രതിനിധികൾ ഒരുപാട് ഫണ്ട് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. കാരണം കുഴിപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിറവേറ്റേണ്ടതായി നമുക്കുണ്ട്. പതിയെ പതിയെ നമ്മൾ അതൊക്കെ സാധ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. കുഴിപ്പള്ളി പഞ്ചായത്തിൻ്റെ ധനസ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുഞ്ഞു പഞ്ചായത്താണ്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തായിരുന്നു. ഇപ്പോൾ പതിയെ പതിയെ ആ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നുണ്ടെങ്കിലും അതും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ മറ്റ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ വലിയ പിന്തുണയുള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ വികസനം സാധ്യമാകുന്നത്. അങ്ങനെ കൃത്യമായി ഒപ്പം നിൽക്കുന്ന ഒരുപാട് ജനപ്രതിനിധികൾ നമുക്കുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ വേണ്ടി കഴിയും. MLA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഇവിടെ തന്നെ ഈ വാർഡിൽ തന്നെ എത്ര റോഡുകൾക്കാണ് MLA ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി MP ഷൈനിയുടെ ഫണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള വാർഡാണ് ഈ വാർഡ്. ശ്രീ ജയൻ ചേട്ടന്റെ ഫണ്ടും ഈ വാർഡിൽ ലഭിച്ചിട്ടുണ്ട്. ഈ വാർഡിൽ മാത്രം ഇത്തരത്തിലുള്ള ബ്ലോക്ക്, ജില്ലാ, MLA ഇവർ നിരവധി ഫണ്ടുകൾ നമുക്ക് അനുവദിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊട്ടപ്പുറത്ത് അവിടുത്തെ ആ പ്രദേശവാസികളുടെ ഒരുപാട് കാലമായുള്ള ആഗ്രഹമാണ് ആ ഒരു റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളത്. അവരതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ കരാറുകാരൊന്നും ആ പദ്ധതി ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ ഷൈബി ചേച്ചിയുടെ വാർഡിലെ 2 വർക്കുകൾ ആരും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ ചിലതൊക്കെ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളത്. ഇതൊക്കെ ചില സാങ്കേതികപരമായ കാരണങ്ങളും മെറ്റീരിയൽസ് ഒക്കെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ, അതുപോലെ സൈഡ് കെട്ട്, കല്ലുകെട്ട് വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി നമ്മളെ സഹായിക്കാനെത്തുന്ന കരാറുകാരിൽ ചിലരാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഷിബു ചേട്ടനും ഒക്കെ ഉൾപ്പെടെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹവും നിരവധി വർക്കുകൾ എടുത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെപ്പോഴും പറയും, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് MLA നമുക്ക് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്മളുടെ MLAയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പാഠപുസ്തകമാണ് നമ്മളുടെ MLA എന്ന് ഞാൻ പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. പലപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളോട് ചോദിക്കാം, MLA എന്താണ് ഇത്രയേറെ പുകഴ്ത്തി പറയുന്നത്?
ഇനിയും കൂടുതൽ ഫണ്ടുകൾ ലഭ്യമാക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മളുടെ കൂടെ ഉള്ളവർ തന്നെ ചോദിക്കും. ഇനിയിപ്പോൾ ഈ ഭരണസമിതിക്ക് അവശേഷിക്കുന്നത് പരമാവധി 1 വർഷമാണ്. അപ്പോൾ അതിനുള്ളിൽ ഫണ്ട് തന്നാൽ നമ്മൾ വേണ്ടെന്ന് പറയില്ല, പക്ഷെ നമ്മൾ അതിനു വേണ്ടിയല്ല. MLAയുടെ പ്രവർത്തനം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയും അത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നാട്ടിലെ ഒരുപാട് കഷ്ടപ്പെടുന്ന വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന കുറേ ആളുകൾക്ക് വീട് നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ താക്കോൽ കൈമാറുന്നൊരു ചടങ്ങുണ്ടായി. ആ ചടങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളുടെ 140 മണ്ഡലങ്ങളുടെ MLAമാരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച MLAമാരുടെ കൂട്ടത്തിൽ നമ്മളുടെ MLA ഉണ്ടാവും എന്ന് ഞാനൊന്ന് അവിടെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, എല്ലാവരും അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് നമ്മളുടെ വൈപ്പിൻകരയിൽ നടന്ന ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങായിരുന്നു. നമുക്ക് അതിനെ കൂടി ഒന്ന് സൂചിപ്പിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. ബ്ലോക്ക് ഞങ്ങളൊക്കെ അതിന് ശേഷം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉദ്ഘാടനം ആ മെമ്പർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് അത് സംഘടിപ്പിച്ച് ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ അവരുടെ ആ ഒറ്റക്കെട്ടായ പ്രവർത്തനം, മാതൃകാപരമായ പ്രവർത്തനം കണ്ട് ഞങ്ങളൊക്കെ അത് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പോവാ. ഇന്ന് ഉച്ചക്ക് പഞ്ചായത്തിൽ ഞാനൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുക. കാരണം അന്ന് ഈ മീറ്റിങ്ങിൽ മാതൃകയായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, കാരണം അത്ര മികച്ച സംഘടനയായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ച് നമ്മളുടെ മന്ത്രി MP രാജേഷ് അദ്ദേഹം MLAയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നിയമസഭയിലെ ഏറ്റവും മികച്ച MLAമാരിൽ ഒരാളാണ് എന്ന രീതിയിൽ പറയണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കങ്ങനെ ഫണ്ട് അനുവദിച്ച് ഈ അരങ്ങിൽ തോട് റോഡ് പൂർത്തീകരിക്കാൻ 2019 കഴിഞ്ഞ ഭരണസമിതിയുടെ വലിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഫണ്ട് അന്നത്തെ MLA ശ്രീ S ശർമ്മ അദ്ദേഹം നമുക്ക് അനുവദിച്ചു തന്നത്. പക്ഷെ ഇതുപോലെ കരാറുകാരെ ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മുടങ്ങി അത് നിന്ന് നമ്മളുടെ ഇപ്പോഴത്തെ MLA വന്നതിന് ശേഷം അദ്ദേഹം അത് പുതുക്കി നൽകി. അങ്ങനെ ആരും ബഹുമാനപ്പെട്ട MLA എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ കുഴിപ്പള്ളി പഞ്ചായത്തിലെ അരങ്ങിൽ സിമിത്തേരി തോട് റോഡ് MLA ഫണ്ടിൽ നിന്നും 37 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ റോഡ് നമ്മൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടില് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്, പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നതിന് നല്ല റോഡുകൾ ഏറ്റവും ആവശ്യമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഒരു ആംബുലൻസ് വരുന്നതിനും നമുക്കൊരു ഓട്ടോറിക്ഷയെങ്കിലും കടന്നു വരാനും സുഗമമായി നമ്മുടെ യാത്ര നമുക്ക് ലഭ്യമാക്കുന്നതിനുമെല്ലാം സഹായകരമായി റോഡുകളും മറ്റു ഇട റോഡുകളും എല്ലാം സഞ്ചാരയോഗ്യമായിരിക്കണമെന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാകുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സിനി ജെയ്സന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നു കൂടിയാണ് ഇത് നമ്മളിവിടെ പരിഗണിച്ചത്. നമ്മൾ മണ്ഡലത്തിൽ ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് ഈ റോഡ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച ഈ റോഡ് നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായിരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിതിൻ, ഈ ചടങ്ങ് സിമിത്തേരി റോഡ് അരങ്ങിൽ സിമിത്തേരി റോഡ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഏറെ പ്രിയങ്കരനായ MLA K ഉണ്ണികൃഷ്ണൻ അവറുകൾ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ജയൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാധാകൃഷ്ണൻ, ഷൈബി ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ വിവിധ മഹത് വ്യക്തികളെ, കുടുംബശ്രീ, CDS, ADS, ഹരിതകർമ്മ
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈമുള്ളൂ, അതുകൊണ്ടാണ്. ഇവിടെ ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ 2 റോഡിൻ്റെയും കർമ്മം ഇന്ന് നടക്കുന്നത്, അല്ലേ? വേറൊന്നുമല്ല, ഞാനൊക്കെ 95 ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് എങ്ങനെ കിടക്കും, ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ അറിയാം ഇങ്ങോട്ട് എങ്ങനെ കിടക്കും എന്നുള്ളത് ആ വഴി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ വികസനവും കുഴുപ്പള്ളി പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെയാണ് സർക്കാരായാലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായാലും നൽകിയിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയുകയുണ്ടായി, ഈ ചെറിയൊരു പഞ്ചായത്തിനെ ഏറ്റവും സമ്പൽ സമൃദ്ധമായി കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമ്മുടെ MLA ആണ്. കാരണം റോഡ് പശ്ചാത്തല മേഖല മാത്രമല്ല, അത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മേഖലയെ പുള്ളി സ്വീകരിക്കുന്നുണ്ട്, അതനുസരിച്ച് എല്ലാവരെയും കൂട്ടിയിണക്കി ഒരുമിച്ച് നിർത്തി കലാരംഗങ്ങളായാലും സാമൂഹ്യ രംഗങ്ങളായാലും എക്കത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ MLA. അതുകൊണ്ട് തന്നെ ഇരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് ജനങ്ങളും എത്തണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ സിനി പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ കരാറുകാർ ഒരുപാട് വർക്കുകൾ ഈ കേരളത്തിലെ 2 ടൈമിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ഒരുപാട് വർക്കുകൾ നമ്മുടെ ഈ വൈപ്പിൻകരയിൽ എടുത്ത് ഇട്ടിട്ടുണ്ട്. അത് കരാറുകാർക്കും അറിയാം. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ പൈസയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ വെച്ചിട്ട്, കാരണം പൈസ ഉണ്ട്, അത് കരാറുകാരനെടുത്ത് കഴിഞ്ഞാൽ നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കരാറുകാരും ഏറ്റെടുക്കുന്നില്ല. MLAയുടെ തന്നെ വർക്ക് ഒരു 10-20 കൂടുതലല്ലേ, 20 കൂടുതൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. എടുത്തിട്ട് ഞങ്ങൾ തന്നെ പറയണേ ഇതെല്ലാവരും ഒന്ന് എടുത്തിരുന്നെങ്കിൽ അല്ല 20 ഞാൻ പറഞ്ഞു ഈ 20 എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ MLAയുടെ അക്കൗണ്ട് തുറക്കാം. എങ്ങനെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾക്ക് കരാറുകാരെ എടുക്കുന്നില്ല. ഞങ്ങള് ആ കരാറുകാരെ എല്ലാവരും ഞങ്ങൾ ചേർത്ത് നിർത്താം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് സഹായം വേണ്ടത് അത് ഞങ്ങൾ ചെയ്യാം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ജയൻ മെമ്പറുടെ ഡിവിഷനാണല്ലോ. ജയൻ മെമ്പർ ആണെങ്കിൽ എല്ലാ കാര്യവും വരുമ്പോൾ തന്നെ പ്രസിഡന്റ് അത് അവിടെ ചെയ്യുന്നു കേട്ടോ. അതൊരു വലിയ വിഷയമാണ്. ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളല്ല അദ്ദേഹവും. നിരന്തരം ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ MLAയുടെയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ജില്ലാ പഞ്ചായത്തായാലും എല്ലാം ഈ ഗ്രാമപഞ്ചായത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. ആ കാര്യം ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം. അതിനെ മുന്നോടി എന്താണ് നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ്. ഞങ്ങളെയെല്ലാം നയിക്കുന്ന രാഷ്ട്രീയം ജനങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മുൻഗണനാ അടിസ്ഥാനത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. വളരെയേറെ സന്തോഷവും ചാരിതാർത്ഥ്യവും നിറഞ്ഞ ഒരു വേദിയാണിത്. നമ്മൾ 2020 പുതിയ ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന 7ാം വാർഡിന്റെ അടിസ്ഥാന സൗകര്യമല്ല ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. ഈ റോഡായാലും അരങ്ങൽ റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് കാലങ്ങളായി MLA ഫണ്ട് വെച്ചിട്ട് പോലും അത് നടക്കാതിരുന്ന സമയത്ത് ആ പ്രദേശവാസികളെ വിളിച്ചുകൂട്ടി അവർക്ക് കൂടി ഉപകാരപ്രദമായ ആ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി MLAയുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവിടെ ആദ്യം
അയ്യമ്പള്ളി പാലം മുതൽ ആ റോഡ് സഞ്ചാരമാക്കിയത്. ഇപ്പോഴും ഇതിനും ഒരുപാട് കടമകൾ ഉണ്ടായിരുന്നു. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് ചെറിയ വിഹിതമുള്ളെങ്കിൽ പോലും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വളരെ വ്യക്തതയോടുകൂടി അതിന് ഫണ്ട് അനുവദിക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് കണ്ട തീരുമാനം. വെള്ളം കയറുന്ന പ്രദേശത്ത് അത് ഒഴിവാക്കുവാൻ ചെറിയ തുകയായാലും അത് ഉപയോഗിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിൽ അന്ന് പൊളിഞ്ഞു കിടന്ന സൈഡ് ഭിത്തി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതാണ്. എൻ്റെ വാർഡിൽ തന്നെ അയ്യമ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുകൂടി ഉണ്ടായിരുന്നൊരു റോഡ് കൊച്ചി ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കൊണ്ട് ഒരു കാലത്ത് നടക്കില്ല എന്ന് വിധിയെഴുതി ആളുകൾ എഴുതിത്തള്ളിയ റോഡാണ്. ആ റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ 22 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ തന്നതുകൊണ്ട് മാത്രമാണ് ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. അത് ഇതുപോലെ തന്നെ വളരെ ഗംഭീരമായ ഒരു ഉദ്ഘാടന പരിപാടിയായിട്ടാണ് അവിടെ സംഘടിപ്പിച്ചത്. ഈ റോഡിന്റെ പടിഞ്ഞാറ് വശം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പഞ്ചായത്തിൽ ഇപ്പോ ഏതാണ്ട് 6 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വാർഡിൽ തന്നെ ഏതാണ്ട് 1 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേയും കൂടി ചെയ്യാനുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലെ ജനങ്ങളെ ആകെ ദുഃഖത്തിലാക്കിയ മുണ്ടക്കൈ ചൂരന്മല ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഹെലികോപ്റ്ററും വിമാനവും കൊണ്ടുവന്ന് അവരെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചതിന്റെ ഫലമായി അത് ആ ജനങ്ങളെല്ലാവരും കേന്ദ്ര സർക്കാരിനെ അനുമോദിച്ചതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസമാണ് 132 കോടി 61 ലക്ഷം രൂപ കേരള സർക്കാർ കേന്ദ്രത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയത്തിലും അതുപോലെ തന്നെ കോവിഡ് മഹാമാരി കാലത്തും കേരളത്തിന് അരി നൽകുകയുണ്ടായി. അന്ന് പറഞ്ഞത് കേരളത്തിലെ റേഷൻ കടകൾ വഴി നൽകുന്ന അരി സൗജന്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്, അതുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ സംഭാവനയായി കാണണമെന്നാണെന്ന് പറഞ്ഞത്. എന്നാൽ 205 കോടി 81 ലക്ഷം രൂപ കേരള സർക്കാർ ഇതിനു വേണ്ടി തിരിച്ചടക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം, അത് ഇന്ത്യക്കകത്തല്ല എന്നുള്ള നിലയിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണമാണ് ഇതിന് കാരണം. ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറായ ബഹുമാനായ ശ്രീ CDO ഷിബുവിനും അതുപോലെ ശ്യാമിനും കൂടെയുള്ള സഹപ്രവർത്തകർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ നാട്ടിൽ ഈ പദ്ധതി ഇനിയും വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 5-ാം വാർഡിന്റെ ഇതിന് തൊട്ട് തെക്ക് വടക്ക് ഭാഗത്തുള്ള സൈഡ് പ്രൊട്ടക്ഷൻ വേണം. അതോടൊപ്പം തന്നെ ഈ ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച നമ്മുടെ തൊട്ട് വടക്കുവശം കാണുന്ന സഹകരണ പാലം വികസിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിറയുമായി ബന്ധപ്പെട്ടുള്ള ആ പാലവും ഒരു 10-30 ലക്ഷം രൂപ അതിനും വേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ വികസനം പൂർത്തീകരിക്കൂ എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് മാത്രം വിനയാന്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പണി പൂർത്തീകരിച്ച് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണത്. അതിൽ MLA വികസന കാര്യത്തിൽ MLA വളരെ വൈപ്പിങ്കലിൽ മൊത്തത്തിലും വേണമെങ്കിൽ കുഴപ്പള്ളി പഞ്ചായത്തിൽ ഒത്തിരി മുൻതൂക്കം കൊടുത്തുകൊണ്ടും വികസന കാര്യത്തിൽ MLA വളരെ ഓടിയടന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു. വീട് പൂർത്തീകരിക്കാത്തവർക്ക് വീട് പണിത് കൊടുക്കുന്നതിന് പല ഏജൻസികളെയും സമീപിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെടുത്തിയ വീട് പൂർത്തീകരിക്കുക, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് പോലും ചില പ്രത്യേക ക്ലബുകളെ സമീപിച്ചുകൊണ്ട് സ്ഥലം വാങ്ങിച്ച് കൊടുത്ത് വീട് വെക്കുന്ന ഇതെല്ലാം ഈ 3-ാം വാർഡിലാണ് ചടങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ വളരെ വൈപ്പിങ്കൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള നിയമസഭയിൽ എണ്ണപ്പെടുന്ന ചുരുക്കം പ്രധാനപ്പെട്ട MLAമാരിൽ ഒരാളായി വളരെ മണ്ഡലം നിറഞ്ഞു പ്രവർത്തിക്കുന്ന MLA ഈ ഫണ്ട് ഇവിടെ അനുവദിച്ചു തന്നതിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നായകൻ
ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് വലിയ വേളയിൽ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പുറത്തെ ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ താമസിക്കുന്ന ഒത്തിരി പഴക്കമുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായവും തന്നെ ഉണ്ട് ആ വഴിക്ക്. ഇതേവരെ അതിനൊരു ഇതുണ്ടാവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യം അതിന് ഫണ്ട് പാസ്സായതാണ് 21 ലക്ഷം രൂപ. അത് കോൺട്രാക്ട് എടുക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം വന്ന് അപ്പോൾ അത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ വികസനം നടത്തി MLA ഒരു അഭ്യർത്ഥനയായിട്ട് വെക്കുകയാണ്. ഈ ഞങ്ങളുടെ വികസന നായകന് അതിനുകൂടി ആക്കിയിട്ട് വേണം ഞങ്ങളുടെ പോകുവാൻ വേണ്ടി. പഞ്ചായത്ത് കമ്മിറ്റി പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് വേണ്ടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ള MLA ഫണ്ടിനും പിന്നെ വെച്ചിട്ടുള്ള സിനി ജെയ്സൺ പഞ്ചായത്ത് കമ്മിറ്റി ഒട്ടാകെ എൻ്റെ അയൽവാസികളായിട്ടുള്ള വീട്ടമ്മമാരുണ്ട്. രമണിയമ്മ ഇതുകൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഒരു മനസ്സ് നിറഞ്ഞു. കാരണം MLA ആ രീതിയിലാണ് രമണിയമ്മനോട് സംസാരിച്ചത്. അപ്പോൾ അത് നമ്മൾക്കറിയാം ഒരു പരിപാടി, അതുപോലെ തന്നെ കിച്ചൺ പരിപാടി, ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം എന്ന് പറയുമ്പോൾ വളരെ വെള്ളവും അതുപോലെ തന്നെ കരകളും ഒക്കെ കവിഞ്ഞൊഴുകുന്ന പ്രദേശമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ്സുകളൊക്കെ നൽകിക്കൊണ്ട് അത് സാധാരണക്കാരോട് മനസ്സിലാക്കുന്ന രീതിയിലെല്ലാം അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലെല്ലാം പുതുവൈപ്പിലെ ഓഡിറ്റോറിയത്തിൽ അത് സംഘടിപ്പിക്കുകയും അങ്ങനെ ഒത്തിരി മേഖലകളിലെല്ലാം തന്നെ നമ്മുടെ ഫിഷിംഗ് മേഖലയെ നമ്മുടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. ആ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം, മത്സ്യം എങ്ങനെ സംരക്ഷിക്കണം, അതിനെങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ, അതുപോലെ തന്നെ നമ്മുടെ വികസനത്തിന്റെ കാര്യത്തിൽ, കാരണം ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള വികസനം വൈപ്പിക്കരക്ക് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. കാരണം ഇതുപോലുള്ള MLA-മാരാണ് നമുക്ക് കടന്നു വരേണ്ടത്. കാരണം അവർക്ക് ഇനിയും അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കാരണം ഇപ്പോൾ സാമ്പത്തികമായി സർക്കാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും ഇതുപോലുള്ള വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുവാനായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് അതിനെ വ്യക്തമാക്കി മനസ്സിലാക്കി ഈ വിഷയമായി ഞാൻ MLA കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ, അതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു റോഡാണത്. ഇതിലൊരു സമാന്തരമായ ഒരു റോഡ് കൂടി ചെറുവൈപ്പിന് വേണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് നമ്മുടെ കഴിഞ്ഞ 43 ലക്ഷം രൂപ മുടക്കി നമ്മൾ അപ്പുറത്ത് പണിത റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഈ പ്രദേശത്തെ നോക്കിക്കണ്ടുകൊണ്ട് അത് നമുക്ക് നടപ്പിലാക്കണമെന്ന് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് ഇത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഈ വഴി ഒരു ചിരകാല സ്വപ്നം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലവും അറിയാൻ പറ്റില്ല. 10-25 കൊല്ലത്തിന് മുമ്പ് തുടങ്ങി ആഗ്രഹിച്ചൊരു ഇതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുഴിയിലാണ് കിടന്നിരുന്നത്. മഴ പെയ്താൽ വെള്ളം തോട്ടിലേക്ക് പോവില്ല, എങ്ങും പോവില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് ഇന്ന് നല്ലൊരു വഴി കിട്ടി. അതിന് ഞാൻ നമ്മുടെ സ്ഥല MLA ഉണ്ണികൃഷ്ണൻ അവരുടെ പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. പിന്നെ ഈ ഞങ്ങളുടെ വാർഡ് മെമ്പറായ സിനി ജെയ്സൺ അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ അവർക്ക് നന്ദി പറയുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈബി ഗോപാലകൃഷ്ണന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ മറ്റു മെമ്പർമാരായ ലിജി തദോളുസ്, സിനി, നിസരി, പിന്നെ 5ാം വാർഡ് മെമ്പർ കുഞ്ഞുണ്ണി, രാഹുല്, പിന്നെ ജയ്സൺ, പാർട്ടിയെ സംബന്ധിച്ച് വന്നിട്ട് ദിവാകരൻ ചേട്ടൻ, ശശി, പിന്നെ നമ്മുടെ കോൺട്രാക്ടർമാരായ ഷിബു, പ്രസാദ്, അവരൊക്കെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അവരൊക്കെ നല്ലപോലെ ഇവിടെ ഇത് ചെയ്തിട്ട് ഭയങ്കര സന്തോഷം. ഈ റോഡ് ഇങ്ങനെ ഇത്രയും ഭംഗിയാക്കി തന്നതിൽ അവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു, ഷിബുവിനും പ്രസാദിനും. പിന്നെ ഈ നാട്ടുകാർ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി. പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ അംഗങ്ങൾ ആരും വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറച്ചു പേര് മാത്രം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ പെട്ടവരുണ്ട്. പിന്നെ ഹരിതകർമ്മസേനയിൽ നിന്ന് വന്നേക്കണ ഉഷ, ഷെൽബി ഇവർക്കൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു.